ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കുക. കഴിഞ്ഞ 24 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായത്തിൻ്റെ 15 വരെയുള്ള വാക്യങ്ങളും നാം അല്പമായിട്ട് ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് അതിൻ്റെ 2-ാം അധ്യായം 16-ാം വാക്യം വായിച്ച് അതിൽ നിന്നും അല്പം ആത്മീയ ചിന്തകൾ പറയുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു. 2-ാം അധ്യായം 16-ാം വാക്യം: ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. കഴിഞ്ഞ ഇതിൻ്റെ പുറകിലായിട്ടുള്ള 2 എപ്പിസോഡുകൾ, അതായത് 23-ാം എപ്പിസോഡിൽ സഭയുടെ കാന്തനായിരിക്കുന്ന കർത്താവ് അവരുടെ ചില നല്ല ഗുണവിശേഷങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നാം ചിന്തിക്കുകയുണ്ടായി. കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് 24-ാമത്തെ എപ്പിസോഡിൽ ആ നല്ല ഗുണവിശേഷങ്ങൾ ഉള്ള ആ സഭയുടെ 2 കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആ കുറ്റത്തിൻ്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നാം വായിച്ച വാക്യത്തിൽ ആ കുറ്റം ചെയ്തതായ ആ സഭയോട് ഒന്നടങ്കം പറയുകയാണ്, സഭ ആകയാൽ മാനസാന്തരപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സഭയ്ക്കൊരു മാനസാന്തരത്തിൻ്റെ ആവശ്യമുണ്ട്. ആ നിലയിൽ സഭാകാന്തനായ കർത്താവ് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇവിടെ സഭ ഒന്നടങ്കം ഈ കുറ്റത്തിന് ഉത്തരവാദിയാണ്. അതിന് കാരണം സഭയിൽ ഇങ്ങനെയുള്ള വ്യാജോപദേശങ്ങൾ ഉയർന്നു വന്നപ്പോൾ സഭ അതിനെതിരെ പ്രതികരിച്ചില്ല എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കും. അവരെ തിരുത്തുകയോ അതിന് മനസ്സില്ലാത്തവരെ സഭയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് സഭ ഒന്നടങ്കം കുറ്റം ചെയ്തു എന്നുള്ളതാണ് കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നത്. ആകയാൽ സഭയ്ക്ക് മൊത്തമായി ഒരു മാനസാന്തരം ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. സഭയുടെ കാന്തനായ കർത്താവ് സഭയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കാരണം ഇവിടെ നമ്മൾ വായിച്ചത്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അതിവിടാണ് ഇവിടെ ഓർപ്പിച്ചത്. നീ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജാഗ്രതയുള്ളവനായിരിക്കണം, നീ മാനസാന്തരപ്പെടണം. അപ്പോൾ ഇവിടെ ഒരു മാനസാന്തരത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം ദൈവത്തിൻ്റെ സ്നേഹം ദൈവസഭയോടുണ്ട് എന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്നുള്ള അനേക സഭകളിൽ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ സഭാ നേതൃത്വം അതിന് വേണ്ട നിലയിൽ അത് ഗൗരവത്തോടെ കാണുകയോ അതിൻ്റെ മുന്നിൽ മൗനമായിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോൾ ബന്ധുബലമായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബലമായിരിക്കാം, ചിലപ്പോൾ ലോകപ്രകാരമുള്ള സ്വാധീനമായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും അപ്പോൾ ഇതിൻ്റെ മുന്നിൽ ഒരു തെറ്റ് കണ്ടാൽ
മൗനമായിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് പല സ്ഥലസഭകളിലും നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നു. സഭ അതിന് മൗന അനുവാദം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം മൗനാനുവാദം കൊടുത്താൽ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊരു മുന്നറിയിപ്പ് ദൈവാത്മാവ് തരികയാണ്. എന്താണ്? നീ മാനസാന്തരപ്പെടണം, നിനക്കൊരു മടങ്ങിവരവ് ആവശ്യമുണ്ട്. നീ അത് ചെയ്തില്ലെങ്കിൽ ഇവിടെ പറയുന്നത്, ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ ഇങ്ങനെയുള്ള ഒരു സംഭവത്തോടുള്ള ബന്ധത്തിൽ ഏത് നിലയിൽ പ്രതികരിച്ചു എന്നുള്ളത് നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. കൊരിന്ത് സഭയിൽ ഒരു ദുർനടപ്പിനെക്കുറിച്ചാണ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ആ ദുർനടപ്പിനെതിരെ സഭ അതിനോട് പ്രതികരിച്ചില്ല. അതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. സഭ അതിനോട് പ്രതികരിച്ചില്ല. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 1-ാം വാക്യത്തിൽ, അതിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു, ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല. അതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അവനോട് ആ പാപം ചെയ്തവനോട് ഇടപെടുന്ന രംഗമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ അവനൊരു ശിക്ഷ വിധിക്കുകയാണ്, അവനെ പുറത്താക്കുകയാണ്. അതാണ് നമുക്കിവിടെ കാണുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ നേതൃത്വം വളരെ ശക്തിയോടെ തെറ്റിനെതിരെ പ്രതികരിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ടവരോട് പോരാടും, അഥവാ യുദ്ധം ചെയ്യും. വാൾ എന്നുള്ളത് നമുക്കറിയാം, കർത്താവിൻ്റെ വായിൽ നിന്നും വരുന്നതായ വചനത്തെയാണ്, അല്ല ദൈവവചനത്തെയാണ് വാൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആ വാൾ നമ്മെ സ്നേഹിക്കുന്നതാണ്, നമുക്ക് ആലോചന പറഞ്ഞു തരുന്നതാണ്, അതുപോലെ നമ്മെ ശിക്ഷ വിധിക്കുന്നതുമാണ് എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 1:16 ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ വായിൽ നിന്നും മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നു, മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ളവൻ അരുളി ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 19:15 വായിക്കുന്നു, ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അപ്പോൾ വാളിൻ്റെ പ്രവൃത്തിയാണ് അവിടെ നമ്മൾ വായിച്ച വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എഫേസ്യ ലേഖനം 6:17 നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ. അപ്പോൾ ദൈവവചനം നമുക്കറിയാം, എബ്രായ ലേഖനം 4:12 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് ചിന്തിച്ചതാണ്. അത് ജീവനും ചൈതന്യവുമുള്ള ദൈവവചനമെന്ന ഇരുവായ്ത്തലയുള്ള വാൾ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും, അവരോട് യുദ്ധം ചെയ്യും. പോരാടുമെന്നാണ് പറഞ്ഞത്, യുദ്ധം ചെയ്യുമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം വളരെ ഭയത്തോടെ നാം തിരിച്ചറിയുകയും നാം മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നാം ദൈവവചനമെന്ന വാൾ കൊണ്ട് പൈശാചിക പ്രവൃത്തിക്കെതിരെ നാം പോരാടേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ കർത്താവ് പോരാടുമെന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയരെ, ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ ഉള്ള അവസ്ഥ അറിയുന്നവൻ നമ്മുടെ കർത്താവാണ്. നാം നമ്മുടെ കുറ്റത്തെ, നമ്മുടെ തെറ്റിനെ ലാഘവത്തോടെ കാണുകയാണെങ്കിൽ
നാം ദൈവസന്നിധിയിൽ കുറ്റക്കാരാണ്. നാം ദൈവവചനാടിസ്ഥാനത്തിൽ അതിന് പരിഹാരം കണ്ടെത്തിയേ മതിയാകുകയുള്ളൂ. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ആണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ നാം നമ്മുടെ ഉള്ള അവസ്ഥ ആ ദൈവസന്നിധിയിൽ തുറന്നു കാട്ടുക. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ നാം ആയിരിക്കുന്നു എങ്കിൽ, നാം അതിനോട് ആ നിലയിൽ പ്രതികരിക്കുന്നു എങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ വെളിപ്പാട് പുസ്തകം 3:19 വായിച്ചതുപോലെ, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഇവിടെയും പെർഗമോ സഭയോട് പറഞ്ഞത് അതാണ്. ഇവിടെ 16-ാം വാക്യത്തെ നമ്മൾ വായിക്കുന്നു, മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ദൈവവചനം നാം കേൾക്കുകയും നാം മനസ്സിലാക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തെറ്റുകൾ ദൈവസന്നിധിയിലേറ്റ് പറഞ്ഞ് കർത്താവുമായിട്ട് ആ നിരപ്പ് പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.